എല്ലാവർക്കും നമസ്കാരം. 70th ഫിലിം ഫെയർ അവാർഡിൽ വീണ്ടും ബെസ്റ്റ് ആക്ടറായിട്ട് നമ്മുടെ മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ മലയാളം മമ്മൂട്ടി ബ്രഹ്മയുഗം. മമ്മൂക്കയോടൊപ്പം മത്സരിക്കാനായി ഉണ്ടായിരുന്നത് ആസിഫ് അലി കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിലൂടെ, ബേസിൽ ജോസഫ് സൂക്ഷ്മദർശിനിയിലൂടെ, ഫഹദ് ഫാസിൽ ആവേശം, പൃഥ്വിരാജ് ആടുജീവിതം. ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസിനോട് മത്സരിക്കാനുണ്ടായിരുന്നത് ഇവരൊക്കെയായിരുന്നു. മമ്മൂക്ക അഭിനയ ജീവിതം തുടങ്ങുമ്പോൾ ഇവരാരും തന്നെ ജനിച്ചിട്ട് പോലുമില്ല. ഈ ഒരു 74-ാം വയസ്സിൽ ഇന്നത്തെ യൂത്തിനോട് മത്സരിക്കാൻ ഒരേ ഒരു മമ്മൂട്ടി മാത്രം. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ട ഓരോ വ്യക്തിക്കും അറിയാം, ഇതിനു മുകളിൽ കഴിഞ്ഞ 10-25 വർഷങ്ങൾ എടുത്തു നോക്കിയാലും ഒരു ചിത്രവും ഇതിനു മുകളിൽ കാണാൻ കഴിയുന്നില്ല. അത്രത്തോളം മികവാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയിലെ പ്രകടനം മറ്റൊരു നടന് സാധ്യമെന്ന് പ്രേക്ഷകനൊരിക്കലും തോന്നുക പോലുമില്ല. അത്രത്തോളം ഗംഭീരമായ പ്രകടനമാണ് മമ്മൂക്ക കാഴ്ചവെച്ചത്. ഓസ്കാർ വേദിയിലുൾപ്പെടെ മികച്ച അഭിപ്രായം ഈ സിനിമ നേടുകയും അതിലെ പ്രകടനത്തിന് ഓസ്കാർ നേടിയിട്ടുള്ള പല നടന്മാരോടും മമ്മൂക്കയെ കമ്പയർ ചെയ്യപ്പെടുകയുണ്ടായി. ആ ഒരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി, ഇത് ഇന്ത്യൻ സിനിമയുടെ ഓസ്കാർ നേടേണ്ട ചിത്രം തന്നെയായിരുന്നുവെന്ന്. എന്തായാലും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകളും കരസ്ഥമാക്കിയിട്ടാണ് മമ്മൂക്കയും ബ്രഹ്മയുഗവും എത്തിയിരിക്കുന്നത്. ഇക്കുറി ഫിലിം ഫെയർ അവാർഡിനും ഉറപ്പ് തന്നെയായിരുന്നു മികച്ച നടൻ മമ്മൂക്ക തന്നെയാകും എന്നുള്ളത്. ആദ്യമാണ് കേരളത്തിൽ ഇങ്ങനെയൊരു ഫിലിം ഫെയർ അവാർഡ് വരുന്നത്. അതിൽ തന്നെ മമ്മൂക്ക മികച്ച നടനാവുകയും ചെയ്തു. ക്രിറ്റിക്സ് അവാർഡ് നേടി പൃഥ്വിരാജും ആസിഫ് അലിയും കൂടെ ഉണ്ടായിരുന്നു. ഫിലിം ഫെയർ അവാർഡിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് മമ്മൂക്ക കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാഷണൽ അവാർഡാണ്. ഇത് പ്രതീക്ഷ മാത്രമല്ല, പൂർണ്ണമായും അർഹമായ ഒന്നാണ്. പലതവണ മമ്മൂക്കയെ ദേശീയ അവാർഡിൽ നിന്ന് തഴഞ്ഞിട്ടുണ്ട്. ഇക്കുറിയും തഴയുമായിരിക്കാം. പക്ഷേ ഇതിനു മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ദേശീയ അവാർഡിന് ഒരു വ്യക്തിക്കും ചൂണ്ടിക്കാണിക്കാൻ പോലും ഉണ്ടാവില്ല. സത്യസന്ധവും നീതിപൂർണവുമായ ഒരു അവാർഡ് പ്രഖ്യാപനമുണ്ടായാൽ അതിൽ 100% മമ്മൂക്ക തന്നെയായിരിക്കും മികച്ച നടൻ. മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമായിരിക്കും. മികച്ച സിനിമ ബ്രഹ്മയുഗമായിരിക്കും. മികച്ച ഡയറക്ടർ രാഹുൽ സദാശിവനുമായിരിക്കും. അങ്ങനെ 70ാമത്തെ ഫിലിം ഫെയർ അവാർഡും കരസ്ഥമാക്കി മമ്മൂക്ക കുതിച്ചു പായുകയാണ്. വരുന്ന വർഷങ്ങളിലും മമ്മൂക്ക തന്നെ ബെസ്റ്റ് ആക്ടറായിട്ട് ഇവിടെ ഉണ്ടാകും. തെലുഗുവിൽ മികച്ച നടനായി അല്ലു അർജുനാണ് വന്നിട്ടുള്ളത്. മികച്ച സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് അമിതാഭ് ബച്ചനുമാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് കരുതുന്നവർ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക.